ഒരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നാം ഏത് സ്ഥലത്തായിരുന്നാലും അവിടെ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് വ്യക്തമായി പറയുന്നത്. അവൻ എന്ത് ചെയ്തു? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അടുത്ത് പറയുന്നത് ആത്മാവിൽ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ജഡത്തിൽ വെളിപ്പെട്ടു. 2, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. 3, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. 4, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. 5 പറയുന്നത് ലോകത്തിൽ എന്ത് ചെയ്തു? വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. നോക്കിക്കേ, 6 ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തിന്റെ 16-ാമത്തെ വാക്യം ആമേൻ 6 ഭാഗങ്ങളായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ ചില വർഷങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ആമേൻ സമയം വേർതിരിക്കേണ്ടായി വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എനിക്ക് നിയമിക്കപ്പെട്ട സമയത്തിനകത്ത് നിന്നുകൊണ്ട് പറയട്ടെ, ആദ്യത്തെ ദൂത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ഈ പുസ്തകത്തിൽ അറിയാം. ആമേൻ. പൗലോസ് പറയുന്നത് വേദപുസ്തകത്തിനകത്ത് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആമേൻ. അത് അപ്പോസ്തലനായ പൗലോസ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകചരിത്രത്തിൽ ഇതുവരയ്ക്കും ആമേൻ വേറെ ഒരു ഭാഗത്തും എഴുതിയിട്ടില്ല. അനേക പുസ്തകങ്ങൾ, അനേക ആമേൻ മാധ്യമങ്ങൾ ആമേൻ ഈ ഭൂപരപ്പിൽ അതിന്റെ തനിമകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, അനേക ആമേൻ തനിമകൾ, അനേക പുസ്തകത്തിന്റെ തനിമകൾ ചിലപ്പോ 1 വർഷം, ഇല്ലെങ്കിൽ 2 വർഷം, ഇല്ലെങ്കിൽ 3 വർഷം, ആമേൻ ഇല്ലെങ്കിൽ 6 മാസം കൊണ്ട് ആമേൻ അതിന്റെ തനിമകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെടാത്ത ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും ആമേൻ പ്രസംഗിക്കുന്ന ഈ സത്യവേദ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ എഴുതിയിരിക്കുന്ന വേദാംശം ഓരോ ദിവസവും ജീവനോടെ ശടകുടഞ്ഞെണീക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരയുന്നവന്റെ നടുവിൽ കണ്ണുനീർ ഒപ്പുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മഹത്യക്ക് ഹോട്ടലിൽ മുറിയെടുത്ത് ചില നിമിഷങ്ങൾ ആമേൻ കഴിയുമ്പോൾ പ്രാണൻ ആമേൻ ശരീരത്തുനിന്ന് മാറ്റപ്പെടേണ്ട സമയത്ത് ആമേൻ ആ പുസ്തകം തന്റെ ആമേൻ ജീവനെ തിരിച്ചു മടക്കി കൊടുക്കാൻ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിന്റെ കീഴിൽ ആമേൻ മാനവരാശിയുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു പുസ്തകമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഈ വേദപുസ്തകമാണ്. ഈ പുസ്തകത്തിന് മാത്രമേ ആമേൻ നരഭോജിയായ ഒരു മനുഷ്യനെ നരസ്നേഹിയാക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ അതിൻ്റെതായ മഹാത്മ്യത്തിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ ദൈവപൈതലെ ഞാനും നീയുമായിരിക്കുന്ന കുടുംബത്തിനകത്ത് ദൈവം ഇറങ്ങി വരണമെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഒരുക്കത്തോടെ ഇന്ന് ആരൊക്കെയോ ഇതിനകത്ത് ഒരുക്കത്തോടെ ഇരിക്കുന്നവരുണ്ട്. ദൈവാത്മാവ് ഇന്ന് രാത്രി അത് ശക്തമായി വെളിപ്പെടുന്നു. ചില കുടുംബത്തിൽ അതിൻ്റെതായ തനിമയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന രാത്രിയാണ്. ഈ യോഗത്തിന്റെ കടശി രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ട ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ആമേൻ. പൗലോസ് എന്താ പറഞ്ഞത്? ഓരോ ദിവസവും എൻ്റെ ഈ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. ഓരോ ദിവസവും എൻ്റെ അവയവത്തെ ഞാൻ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ എൻ്റെ ഈ ബോഡിയെ ഞാൻ ആമേൻ ദണ്ഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. നഗ്നതയാകട്ടെ, വാളാകട്ടെ, പട്ടിണിയാകട്ടെ, ആമേൻ സ്തോത്രം, ദാരിദ്ര്യമാകട്ടെ, നിന്ദയാകട്ടെ, ദുഷിയാകട്ടെ, ഇതിനൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞേ, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ ഇതിനകത്തിരിക്കുന്നവരോട്, നിങ്ങളുടെ ശരീരത്തിൽ ക്രിസ്തു വെളിപ്പെട്ടിട്ടുണ്ടോ? പൗലോസ് പറയുന്നു, ഒരുവന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തു ഇറങ്ങി വരുമെങ്കിൽ അവന്റെ ശരീരത്തെ സകല രാഗമോഹങ്ങളോട് കൂടെ എന്ത് ചെയ്യുന്നു? ഉരിഞ്ഞു കളയപ്പെടുന്നു, ഇല്ലെങ്കിൽ കുഴിച്ചിടപ്പെടുന്നു. അവൻ നിങ്ങളുടെ ശരീരത്തിൽ അവൻ ജഡത്തിൽ
ശരീരത്തിൽ വെളിപ്പെട്ടില്ല എങ്കിൽ ഇതുവരയ്ക്കും ആമേൻ ഈ ശരീരത്തിന് ഒരു വ്യത്യാസം വന്നില്ല എങ്കിൽ, നിന്റെ കണ്ണിന് വ്യത്യാസം വന്നില്ല എങ്കിൽ, നിന്റെ ചെവിക്ക് വ്യത്യാസം വന്നില്ല എങ്കിൽ, നിന്റെ കൈക്ക് വ്യത്യാസം വന്നില്ല എങ്കിൽ, നിന്റെ കാലുകൾക്ക് വ്യത്യാസം വന്നില്ല എങ്കിൽ, ആമേൻ നിന്റെ വാക്കുകൾക്ക് വ്യത്യാസം വന്നില്ല എങ്കിൽ, വേദപുസ്തകം പറയുന്നു അവൻ നിന്റെ ശരീരത്തിൽ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കേവലം ഒരു കാര്യം കൂടെ പറയട്ടെ, കേവലം കർത്തൃമേശയുടെ സമയത്ത് മാത്രം എണീറ്റ് നിന്ന് ഞാൻ മനുഷ്യർക്കും ആമേൻ ദൈവത്തിന്റെയും മുൻപാകെ ഞാൻ കുറ്റമറ്റ മനസ്സാക്ഷിയായിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഉള്ള വേർപാട് അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളല്ല നമ്മെ സത്യവേദ പുസ്തകം പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ 365 ദിവസം, ഒരു വർഷത്തിൽ 52 ഞായറാഴ്ച നമ്മുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം വരച്ച് കാട്ടിയിട്ടുണ്ടെങ്കിൽ, ഓരോ നിമിഷവും ശരീരത്തിൽ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ പുറത്തു വരാതിരിക്കണമെങ്കിൽ, ദൈവ ഇഷ്ടപ്രകാരം അത് അതേപടി പുറത്തു വരണമെങ്കിൽ കർത്താവ് ജഡത്തിൽ വെളിപ്പെടണം. ആമേൻ. ഈ ശരീരത്തിന് ഒരു വ്യത്യാസം വരണം. ഈ ശരീരം വീണ്ടെടുപ്പിലേക്ക് ആമേൻ സ്തോത്രം ഒരുക്കപ്പെടേണ്ടതായുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കപ്പെടണമേ, ഈ ബോഡിക്കൊരു വീണ്ടെടുപ്പില്ല. ഇതിനകത്ത് നിക്ഷിപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതിന്റെ വീണ്ടെടുപ്പ് അതാത് സമയത്ത് വെളിപ്പെടണമെങ്കിൽ ആമേൻ ഈ ബോഡിയെ ഒന്ന് ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ പക്ഷിയുടെ ചിറകിനടിയിൽ ഇരിക്കുന്ന മൊട്ടയ്ക്ക് പറയാൻ കഴിയില്ല ഈ പുറന്തോട് പൊട്ടിക്കൊടുക്കില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതിന്റെ ശക്തി വെളിപ്പെടത്തില്ല. ശക്തി ശരീരത്തിലല്ല വെളിപ്പെടേണ്ടത്. ശക്തി വെളിപ്പെടേണ്ടത് അകത്ത് ആത്മാവിലാണ്. ആത്മാവിൽ ശക്തി വെളിപ്പെടുമ്പോൾ, ജഡത്തിൽ ദൈവശക്തി ഇറങ്ങി വരുമ്പോൾ, പുറമേ ഉള്ള ശരീരത്തെ ഇന്ന് രാത്രി ദണ്ഡിപ്പിക്കാൻ നീയും ഞാനും തയ്യാറാകുമെങ്കിൽ, അണ്ടകടാകത്തെ സൃഷ്ടിച്ചവൻ ഇന്ന് രാത്രി പറയുന്നു അവൻ നിന്റെ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിപ്പെടണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ, ഒന്ന് വായിക്കണേ. യോഹന്നാൻ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ആമേൻ നമ്മൾ വരപ്പെടുമ്പോൾ അവിടെ ഒരു ദൂത് യോഹന്നാൻ വിളിച്ചു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് ആയി കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ അവന്റെ തേജസ് ഇന്ന് രാത്രി പിതാവിൽ നിന്ന് വന്ന തേജസ്സായി കണ്ടിരിക്കുക. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം അത് ഈ ഭൂമിയിലുള്ള തേജസ് അല്ല കേട്ടോ. കർത്താവ് നമുക്ക് തന്ന തേജസ്സായി ഇന്ന് രാത്രി കാണണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെങ്ങനെ കാണണമെന്നറിയാമോ? വേദപുസ്തകത്തിന്റെ അകത്തളങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു വരേണ്ടതായുണ്ട്. ദൈവവൈതലേ, യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കപ്പെടുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ തന്നെ പറയുന്നു. വചനം എന്ത് ചെയ്തു? ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ എന്ത് ചെയ്തു? പാർത്തു. ആമേൻ. എന്ത് നിറഞ്ഞവനായി? കൃപയും സത്യവും. അപ്പൊ എന്തു വേണം? കൃപ മാത്രം പോരാ, അകത്തളങ്ങളിൽ സത്യത്തിന്റെ ഒരു തുടിപ്പ് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. സത്യത്തിന്റെ തുടിപ്പ് പുറത്തു വരുമ്പോഴേ ഈ ചിറകിനടിയിരിക്കുന്ന ഈ മൊട്ടയുടെ പുറന്തോടങ്ങ് പൊട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറന്തോട് പൊട്ടുമ്പോൾ അകത്തു നിന്നൊരു തുടിപ്പ് പുറത്തേക്ക് വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില പുറന്തോടുകൾ
പൊട്ടണം. ചില പുറന്തോടുകൾ, ഞാനെന്ന പാപമാകുന്ന ചില പുറന്തോടുകൾ മനഃപൂർവ്വമായി ഒന്ന് ഏൽപ്പിക്കപ്പെടുമെങ്കിൽ ഇന്ന് രാത്രി ഇത് പൊട്ടി പുറത്തു വരുമ്പോൾ ഒരു തുടിപ്പായി പുറത്തു വരും. അത് ഈ ഭൂപരപ്പിനകത്ത് നിന്നെ പരാജയപ്പെടുത്തത്തക്ക തുടിപ്പല്ല ഇത്. നിന്നെ വിജയത്തിലേക്ക് നടത്തുവാനുള്ള വിജയശ്രീ ലാളിതനായ ക്രിസ്തുവിന്റെ തുടിപ്പ് ഇന്ന് ഏതൊക്കെയോ കുടുംബത്തിനകത്ത് ആവശ്യമാണ്. രോഗത്തിന്റെ മേൽ പൊട്ടി പുറപ്പെടുന്ന ഒരു തുടിപ്പ്, ശാപത്തിന്റെ മേൽ പൊട്ടി പുറപ്പെടുന്ന ഒരു തുടിപ്പ്, ശുശ്രൂഷ വെളിപ്പെടാതിരിപ്പാൻ ശത്രു കെട്ടിവെച്ചതിന് പൊട്ടിച്ചു പുറപ്പെടുന്ന ഒരു തുടിപ്പ് ഇന്ന് രാത്രിയിൽ ചില പാപികളെ തടയുന്ന ആ തുടിപ്പ് അതിൻ്റെതായ നിലയിൽ പൊട്ടി പുറപ്പെടണമെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ നാം മനഃപൂർവ്വമായി അതൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, നീ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. എങ്ങനെ? ഏകജാതൻ. എന്റെ കർത്താവിന് കൊച്ചുമക്കളൊന്നുമില്ല, മക്കളെ ഉള്ളൂ. സംശയിക്കണ്ട, എന്റെ കർത്താവിന് കൊച്ചുമക്കളൊന്നുമില്ല, മക്കളെ ഉള്ളൂ. അടുത്ത വചനം പറയുന്നത്, മക്കളെങ്കിലോ അവകാശികളും. ഹല്ലേലൂയ. മക്കളെങ്കിലോ അവകാശികളും. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, മക്കളെങ്കിലോ അവകാശികളും. നിനക്ക് എന്തെങ്കിലും അവകാശം കിട്ടുവാനുണ്ടോ? ഇന്ന് രാത്രി മുഴങ്കാൽ മടക്ക്. അത് നിന്റെ കുടുംബത്തിനകത്ത് അതിൻ്റെതായ തനിമയിൽ ആ തുടിപ്പ് പ്രവൃത്തിയോടെ വെളിപ്പെടാൻ പോകുക. അതാണ് മക്കദോനിയയിൽ ഇരുന്നു കൊണ്ട് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു ആത്മീക ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. അവൻ പറയുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. എന്താ ജഡത്തിൽ വെളിപ്പെടുമ്പോൾ ഉള്ള ആ കാര്യം എന്തെന്നറിയാമോ? ഒന്ന് നിന്ന് ചിന്തിക്കാം. എന്താ ജഡത്തിൽ വെളിപ്പെടുമ്പോഴുള്ള ആ ഒരു സുഖം? ജഡത്തിൽ വെളിപ്പെടുമ്പോൾ ഈ ഭൂപരപ്പ് നമ്മെ മാടി വിളിക്കുന്ന സകല ഈ ലോകത്തിന്റെ മോഹങ്ങളും പൊട്ടി പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പൊട്ടി മാറണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഈ തുടിപ്പിറങ്ങി വരപ്പെടുമ്പോൾ അതിൻ്റെതായ നിലയിൽ തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാകണമെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ വിളിച്ചു പറയുന്നത്? ഏതാ തുടിപ്പെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ 5-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, 5-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, 16-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 5-ന്റെ 16-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക ഇല്ല എന്ന് ഞാൻ പറയുന്നു. എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അത് ബുദ്ധിമുട്ടാ. ആമേൻ, സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടന്ന ഹാനോക്കിന്റെ തലമുറയെ 930 വർഷം വരെ ജീവിച്ചിരുന്നെങ്കിൽ, ഹല്ലേലൂയ, അപ്പൻ 600 വർഷം ജീവിച്ചിരുന്നെങ്കിൽ, അപ്പൻ ദൈവസന്നിധി നിഷ്കളങ്കനായി നടന്നതുകൊണ്ട് ഹാനോക്കിന്റെ മക്കൾ, ഹല്ലേലൂയ, 930 വർഷം പിന്നിട്ടു എന്ന് പറഞ്ഞാൽ അപ്പൻ വിതയ്ക്കുന്നത് തലമുറ കൊയ്തെടുത്തു എന്ന് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ ആത്മാവിൽ സ്തോത്രം ബലപ്പെടണം ജഡം. ഇന്ന് രാത്രി അതിന്റെ സകല പോരുകളും സമ്മതിച്ച് സലണ്ടർ ആകണം. ഹല്ലേലൂയ. നോക്കിയതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്ത വണ്ണം ആത്മാവിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ജഡത്തിന്റെ അഭിലാഷം എന്ത് ചെയ്യണം? ആത്മാവിലും. അപ്പൊ ഈ ജഡാഭിലാഷം എന്ന് പറയുമ്പോൾ ഈ ജഡത്തിനകത്തുള്ള സകലവിധ പദ്ധതികളും പൊളിയണം.
ഹല്ലേലൂയ, സ്തോത്രം. ഇത് പൊളിയുമ്പോഴാണ് ആത്മാവിന്റെ പ്രവൃത്തി ശരീരത്തിലേക്ക് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ ശരീരത്തിലേക്ക് ഈ ആത്മാവിന്റെ പ്രവൃത്തി, ആത്മാവിന്റെ പ്രവൃത്തിയും ജഡത്തിന്റെ പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഒന്നുകിൽ ആത്മാവിന്റെ പ്രവൃത്തി, ഇല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തി. ഈ രണ്ട് പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്നുകിൽ ജഡത്തിന്റെ പ്രവൃത്തിയോട് ഗുഡ് ബൈ പറയണം. ഹേ ജഡമേ, ഹേ ശരീരമേ, എന്നെ വിട്ടുപോ, നിന്റെ ഇഷ്ടം നിവർത്തിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കൽ 21 days ഉപവാസം ഇരിക്കുമ്പോൾ അതിന്റെ 19ാമത്തെ ദിവസം ഹല്ലേലൂയ ഉപവാസം ഇരുന്ന കർത്താവിന്റെ ദാസന്റെ മുൻപിൽ കാടക്കോഴി പൊരിച്ചതും നല്ല നീളമുള്ള കപ്പയ്ക്ക ചീന്തിയതുമായ പീസുകളും കപ്പ പുഴുങ്ങിയതും തന്റെ മൂക്കിലേക്ക് ആ സ്മെല്ലടിച്ചപ്പോൾ താൻ പറയുക, 19 ദിവസം ഇരുന്നാൽ മതി, ഇനി 2 ദിവസമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, കർത്താവ് ക്ഷമിക്കും, ഇത് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. സ്തോത്രം. അപ്പൊ ആര് വെളിപ്പെട്ടു? ജഡം വെളിപ്പെട്ടു. ജഡം പറയുക, എനിക്കത് വേണം. ഈ ഉപവാസം ഇരിക്കുന്നുമ്പേ ചിന്തിച്ചതാ, കാടക്കോഴി ഇറച്ചി കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ജഡം പറയുന്നു, നിന്റെ പ്രാർത്ഥന അതിൻ്റെതായ നിലയിൽ നിവർത്തിക്കാതിരിപ്പാൻ ഇവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പ്രവൃത്തിയെ ഉന്മൂലനാശം ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 19ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇത്രയും ജഡത്തിന്റെ പ്രവർത്തികളാ. ഈ പ്രവർത്തികൾ വച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അതിന്റെ 22ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. 22ാമത്തെ വാക്യം പറയുന്നത്, ആത്മാവിന്റെ ഫലമോ. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം പറഞ്ഞേ. ആത്മാവിന്റെ ഫലമോ. എന്താ ആദ്യത്തെ കൃപാവരം എന്നറിയാമോ? ആത്മാവ് പ്രാപിച്ച ദൈവകുഞ്ഞ്, നിന്നോടാ പറയുന്നേ, ആത്മാവിന്റെ ഫലം എന്തെന്നറിയാമോ? ആദ്യത്തെ ഫലം വീര്യപ്രവർത്തികളല്ല, ഭൂതം ഒഴിഞ്ഞു പോകുന്നതല്ല. സ്തോത്രം, ഹല്ലേലൂയ. അന്യഭാഷയല്ല. ആദ്യത്തത് കൃപാവരം എന്തെന്നറിയാമോ? മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കൃപാവരമല്ല ഇത് ആദ്യത്തെ കൃപാവരങ്ങളിൽ ഒന്നുതാ പറയാം. ആദ്യത്തെ എന്ന് പറഞ്ഞു എന്നതാ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇതില്ലെങ്കിൽ സ്തോത്രം, മുൻപിലോട്ട് നടക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങളെല്ലാവരും എന്റെ പ്രൈസ് ദി ലോർഡ് ശ്രേഷ്ഠന്മാരെന്ന് ഞാൻ എണ്ണുന്നു. സ്തോത്രം. ലിൻഡയുടെ ഡിവേഷനിൽ ഇരിക്കുന്ന അറ്റമിരിക്കുന്ന കറുത്ത ടീഷർട്ട് ഇട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനോട് ഞാൻ പറയുന്നു, നിങ്ങളെ ഞാൻ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നു. പക്ഷേ ഇന്ന് രാത്രി ശ്രേഷ്ഠൻ എന്ന് എണ്ണിയാൽ നാളെ നിന്റെ നടുവിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അതിന്റെ ശക്തിയോടെ വെളിപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ആ ബ്രദറിനോട് ഇന്ന് രാത്രി ഒരു ദൂത് പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി ആ ബ്രദറിനോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. സ്തോത്രം. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി 2021 നിറവേറേണ്ടത് നിറവേറാതെ ബ്ലോക്കായി ഇരിക്കുന്നത് 2024 ഡിസംബർ കഴിയും മുൻപേ, അടുത്തൊരു ന്യൂ ഇയർ വരും മുൻപേ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഒന്ന്, സ്നേഹത്തിൽ കുതിർന്ന വാക്കുകളുടെ ആഴത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ, കർത്താവിന്റെ പൈതലേ, ദൈവം നിങ്ങളെ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാളുകൾക്ക് മുൻപേ നിങ്ങളെ കണ്ടതാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരുത്തനുണ്ട്. അവനാണ് ആത്മാവിൽ എന്തിരിക്കുന്നത്? നീതീകരിക്കപ്പെട്ട ഒരുത്തൻ നിങ്ങളുടെ കുടുംബത്തിനകത്തിരിപ്പുണ്ട്. ആ കുടുംബത്തിനകത്തിരിക്കുന്ന ദൈവപൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു പക്ഷി പറന്നിറങ്ങുന്നത് പോലെ പലപ്പോഴും നിങ്ങൾ പറന്നിറങ്ങിയെങ്കിൽ തമ്പുരാൻ പറയുന്നു, സ്തോത്രം, പലരും നോക്കിയിരിക്കും
നോക്കിയിരിക്കുമ്പോൾ, പല പക്ഷികളും മരച്ചില്ലയിൽ നോക്കിയിരിക്കുമ്പോൾ, പല പക്ഷികളും മരച്ചില്ലയിൽ രാപ്പാർത്തിരിക്കുമ്പോൾ, ഈ പക്ഷിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ പാറി നടക്കുന്ന ഒരു പക്ഷിയാ ഇത്. സ്തോത്രം. ഇന്ന് സ്തോത്രം തിരുവല്ലായില്ലെങ്കിൽ നാളെ ആ പക്ഷി പറന്നിറങ്ങുന്നത് ഏതെങ്കിലും മരുഭൂമിയുടെ ഈന്തപ്പനയുടെ പുറത്തായിരിക്കും. ഇല്ലെങ്കിൽ ആ പക്ഷി അടുത്ത് പറന്നിറങ്ങുന്നത് ഏതെങ്കിലും ശീതകാലത്തിനകത്തായിരിക്കും. ഡൽഹിയിലെ പ്രദേശത്തോ ഏതെങ്കിലും ഫലവൃത്തായ ആ വൃക്ഷത്തിന്റെ പുറത്തായിരിക്കും ഈ പക്ഷി പറന്നിറങ്ങുന്നത്. അതുപോലെ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ബ്ലോക്കായി കിടക്കുന്ന ചില ജീവന്റെ തുടിപ്പുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. കർത്താവിന്റെ ദാസനെ, ഈ രാത്രി തമ്പുരാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ആദരിക്കുന്നു. ഈ ഭൂപരപ്പിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല കേട്ടോ. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല കേട്ടോ. അവിടെ ഇരുന്നു കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് ആരാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ആത്മാവല്ല ഇങ്ങനെ പറയുന്നു. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ ദൈവദാസനെ നിങ്ങൾ വായിച്ച് ധ്യാനിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് രാത്രി പറയുന്നു, ഉലകത്തിൽ സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും കർത്താവ് പറയുന്നു, നിങ്ങൾ വീണ്ടും നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം നിങ്ങൾ നിൽക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുത്തൻ മധ്യസ്ഥ അണയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമനവരഗതുനി വൈഡകരഗതനാഗര അന്തലരാജകൽക്കനാദി. ആ കർത്താവിന്റെ ദാസനെ, നിങ്ങളെ കരവൊന്ന് ഉയർത്താമോ? ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആ കരമുണ്ടല്ലോ, ആ താണുപോയ പത്രോസിനെ കടലിനകത്ത് നിന്ന് ഉയർത്തിയ ഒരു കരം നിങ്ങളെ കരത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒരു നിമിഷം സമർപ്പിച്ചു പ്രാർത്ഥിച്ചാട്ടെ. 2024 ദൈവം നിങ്ങളുടെ നടുവിൽ വേർതിരിക്കപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്, ഒരു സീസൺ ആയിട്ട് തമ്പുരാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. പലപ്പോഴും നിങ്ങളെ തോൽപ്പിക്കാൻ നിന്നവർ ഈ ഭൂപരപ്പിന്റെ മുഖത്ത് ശേഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ. അവരെല്ലാം ശേഷിക്കട്ടെ. നാളെ പുലർച്ചെ നോക്കുമ്പോൾ ആ തടാകത്തിന്റെ മുൻപ് സൈഡിൽ കഴുകന്മാരും കാട്ടുകഴുകന്മാരും സ്തോത്രം കാട്ടുപറവകളും സ്തോത്രം വട്ടമിട്ട് കൂട്ടം കൂട്ടമായി കിടന്ന് ശവങ്ങൾ കൊത്തിപ്പറിക്കുന്നത് പോലെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വിരോധമായിരുന്ന ചില വ്യക്തികളെ ഇതാ ചിലടത്തൊക്കെ ദൈവാത്മാവ് ശവങ്ങളായി അടിഞ്ഞ് അത് സ്തോത്രം പറവകൾ കൊത്തിപ്പറിച്ച് വിഴുങ്ങുന്നതായിട്ടുള്ള വെളിപ്പാട് ഞാൻ കാണുകയാണ്. ശമലപരഗതുനി വൈഡകരഗതനാഗര ശംഭവരാജകൽക്കനാദി അന്തൽക്കബലപരഗതുനി വേദപരാജകൽക്കനാദീവൽ പ്രൗഢപരക്ഷം. അഭിഷേകത്തിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്ത് ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ശരീരത്തിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാ ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ മാത്രമല്ല കേട്ടോ, ഏതൊക്കെയോ മേഖലകളിൽ ദൈവം നിങ്ങളെ ഇന്ന് രാത്രി പൊക്കിയെടുത്ത് ചില മേഖലയിൽ മാനിക്കുന്ന രാത്രി എന്ന സ്വർഗം ഈ രാത്രി ദൂത് പറയുന്നു. ലിൻഡാലിറ്റി ഈ വാക്യം അവർക്കൊന്ന് പിന്നത്തേൽ വായിച്ചു കൊടുക്കേട്ടോ. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ ആ കർത്താവിന്റെ ദാസനെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്ത ശേഷം നിങ്ങൾ വായിച്ചു കൊടുക്കുക. സ്വർഗം ആ കുടുംബത്തെ മാനിക്കാൻ പോയ കേട്ടോ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് ദൈവം നിങ്ങളെ മാനിച്ചു പുറത്തെടുക്കുന്ന രാത്രി എന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുക ഇല്ല, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുക ഇല്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടത
കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ. ജഡത്തിൽ വെളിപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്. കത്തി കൊണ്ട് വെട്ടിയാൽ രക്തം വരും. കത്തി കൊണ്ട് വെട്ടിയാൽ രക്തം വരും. വാളുകൊണ്ട് വെട്ടിയാൽ രക്തം വരും. ഞാൻ പ്രസംഗിക്കുന്ന ഈ കർത്താവിന്റെ വചനം കൊണ്ടിന്ന് രാത്രി ഒന്ന് വെട്ടിയാൽ കണ്ണുനീർ വരും. പ്രൈസ് ദി ലോർഡ്. ഇത് ആമേൻ. ഇരുവായ് തലയുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിമഞ്ചകരെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. ഇന്ന് രാത്രി പലരെയും ഉദരത്തിന്റെ അകത്തിരിക്കുന്ന ചില മുഴകളെ വെട്ടിമാറ്റിക്കളഞ്ഞ് തലമുറകൾക്ക് തടസ്സമായി വ്യാപരിക്കുന്ന, നന്മയ്ക്ക് തടസ്സമായി വ്യാപരിക്കുന്ന സകല മൂർത്തികളുടെ പോരുകളും ഇന്ന് രാത്രി വെട്ടിക്കളഞ്ഞ് ദൈവത്തിന്റെ വചനം അതിന്റെ നിവർത്തീകരണം ഇന്ന് രാത്രി ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നെന്ന് ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. എന്തോ ദൈവാത്മാവ് ചില മേഖലയിൽ തൊടുകയാണ്, ചില കുടുംബത്തിനകത്ത് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. നന്മയ്ക്ക് വിരോധമായി പൊങ്ങുന്ന പോരുകളെ വെട്ടുന്നത് ജഡത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടുകയാ. പറയാമോ, കർത്താവിന്റെ ജീവിതത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുകയാ. ആമേൻ. അടുത്ത് ജഡത്തിൽ വെളിപ്പെട്ട വ്യക്തിക്ക് അടുത്ത് പറയുന്നത് അറിയാമോ? ആമേൻ. ഹല്ലേലൂയ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ വെളിപ്പെടുന്ന ദൈവം അടുത്തുണ്ട്. ആത്മാവിൽ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു. വായിക്കാം. 1 പത്രോസ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. 1 പത്രോസ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. അവൻ എങ്ങനെ വെളിപ്പെടുന്നറിയാമോ? അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ എന്ത് ചെയ്തു? മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഹല്ലേലൂയ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുമാകുന്നു. വെളിപ്പെടും. എവിടെ? അന്ത്യകാലത്ത്. കൊരിന്ത്യർ ലേഖനം പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് നിങ്ങൾ അറിയുവീൻ. ദുർഘടമായ സമയങ്ങൾ വരും. ഇവിടെ സുവിശേഷം വേദഭാഗം വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്കും അറിയാൻ കഴിയാത്തൊരു രാത്രി. ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആർക്കും ആമേൻ തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത, ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത, ഒരു സാദൃശ്യനും കണ്ടുപിടിക്കാൻ കഴിയാത്ത, ഒരു വ്യക്തിക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു രാത്രി നമ്മുടെ മുൻപിൽ വരുന്നു. അതാ ഇവിടെ പറഞ്ഞത്, അവൻ എന്ത് ചെയ്യുന്നു? ഇത് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുമാകുന്നു. അപ്പോ ഇത് അന്ത്യകാലത്തിന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് സന്തോഷിക്കാൻ വകയുണ്ട്. കർത്താവിന്റെ അഥവാ പ്രാണകാന്തന്റെ വരവ് പൗലോസ് പാസ്റ്ററെ വാതിക്കലായി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസ് പാസ്റ്ററെ, കർത്താവിന്റെ വരവ് എവിടെയായി? വാതിക്കലായി നിൽപ്പുണ്ട്. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ മുമ്പിലോട്ട് വച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. അത് ഈ നാളുകളിൽ പൂർത്തീകരിക്കപ്പെടുവാൻ ബന്ധപ്പെടുന്നത് പോലെ ഹല്ലേലൂയ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതാണ് ഇവിടെ ഹല്ലേലൂയ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവൻ എന്ത് ചെയ്തു? അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്താണ്? മുൻ നിയമിക്കപ്പെട്ടവനും.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ മുന്നറിയിക്കപ്പെട്ടവനും, അന്ന് വെച്ചാൽ ജനിക്കുന്നതിനും 2700 വർഷം മുൻപേ ഒരുവൻ ജനിക്കും. അവനാണോ പെണ്ണോ എന്നല്ല അവിടെ വിഷയം. അവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആ ഒരുത്തൻ ജനിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ലോകചരിത്രത്തെ മാറ്റി വിരിക്കുന്ന ഒരുത്തൻ ജനിക്കാൻ പോകുന്നു. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട്. എവിടെ അറുക്കപ്പെട്ടു? അവൻ മുൻ നിയമിക്കപ്പെട്ടവനാ. ഏദൻ തോട്ടത്തിൽ അറുക്കപ്പെട്ടവനാ. തേജസ് നഷ്ടപ്പെട്ട് അത്തീര കൊണ്ട് നഗ്നത മറച്ച ജനത്തിന്റെ നടുവിൽ അറുക്കപ്പെട്ടവനാ. അറുക്കപ്പെട്ട തോലുകൊണ്ട് തന്റെ ജനത്തിന് നഗ്നത മറപ്പാൻ ആദിയിൽ അറുക്കപ്പെട്ടവൻ ഇന്ന് രാത്രി പറയുന്നു, ഹല്ലേലൂയ, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയിക്കപ്പെട്ടവനും എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന് മുൻപേ അവൻ അവിടെ അറുക്കപ്പെട്ടു. മാനവരാശിക്ക് നഗ്നത മറയ്ക്കാൻ അവൻ അറുക്കപ്പെട്ടു. 2, സ്തോത്രം, ഈ ലോകത്തിൽ നിന്ന് മനുഷ്യനെ വേർപിരിക്കാൻ അവൻ നിയമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഞാനും ഏൽക്കേണ്ട അടികൾ, നിന്ദകൾ, ദുഷികൾ അവൻ ഏറ്റു. കാരണം ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി സകലത്തെയും മാറ്റിവെപ്പാൻ സ്വന്തം ജീവനെ തന്നെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് രാത്രി പറയുകയാണ്. ആമേൻ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്ത്, ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുമാകുന്നു. വെളിപ്പെട്ടു വരണം. എങ്ങനെ വെളിപ്പെട്ടു വരണം? അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെടണം. അടുത്ത് ദൂതന്മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രത്യക്ഷനായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏതാ ദൂതന്മാർ? ഇവിടെ പൗലോസ് വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം ഇവിടെ പറയുന്നു, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താകുന്നു? വിശ്വാസയോഗ്യമാകുന്നു എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്നെ തെരഞ്ഞെടുത്ത് നിന്നെ ഒരു പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വിശ്വാസയോഗ്യമാണ്. ശബലപരകതുരി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൂത് മനസ്സിലായോ? നിന്നെ സഭയിൽ മുൻസ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരാനുള്ള പദ്ധതി നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് തരുവാനുണ്ടെങ്കിൽ അതെങ്ങനെയെന്നറിയാമോ? അത് ആ അധ്യക്ഷ സ്ഥാനമുണ്ടല്ലോ, അത് ഇന്ന് രാത്രി വിശ്വാസയോഗ്യമാകുന്നു. ആമേൻ. അത് വിശ്വാസയോഗ്യമാണ്. ആർക്കും അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. തങ്ങമേണ്ടി നിങ്ങളെ പള്ളിക്കകത്ത് നിന്ന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും പ്രായം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, വാചാതുര്യം കൊണ്ട്, ആത്മാവിന്റെ നിറവ് കൊണ്ട് എന്ന് പലരും നിങ്ങൾ നോക്കി പറയുമ്പോൾ ഇന്ന് രാത്രി വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവാത്മാവ് ആലോചന കൈമാറുന്നു. ഇവിടെ പറയുന്നത് വിശ്വാസയോഗ്യമാകുന്നു. ആന്റിക്ക് സഭയ്ക്കകത്തൊരു പദവി സ്വർഗം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ വലിച്ചു താഴെയിടാൻ ഈ ഭൂപരപ്പിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല എന്നുള്ള കാര്യം വേദപുസ്തക പ്രകാരം ഈ രാത്രി തെളിയിച്ച് ദൈവാത്മാവ് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ അതാ പറഞ്ഞു തുടങ്ങുമ്പോൾ അടുത്ത് പറയുന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ. 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും, ആമേൻ, ആമേൻ, സ്തോത്രം, 4-ാമത്തെ വാക്യവും, ആമേൻ, 5-ാമത്തെ വാക്യവും, 6-ാമത്തെ വാക്യവും, 7-ാമത്തെ വാക്യവും, 8-ാമത്തെ വാക്യവും വായിച്ച് 9, 10, 11, 12, ആമേൻ, സ്തോത്രം, 13, 14 ഇതെല്ലാം 13 വരെ പറഞ്ഞു നിർത്തിയിട്ട് പൗലോസ് അടുത്ത് പറയുന്ന 14-ാമത്തെ വാക്യം പറയുന്നത്, ആമേൻ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആശിക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാൻ ആശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ കർത്താവിന് കുടുംബത്തിൽ ഇറങ്ങാൻ ആശിക്കുന്നു. ആമേൻ, സ്തോത്രം. ലിറ്റി ആ ബാക്കിയിരിക്കുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അടുത്ത് ഇറങ്ങി നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എനിക്കറിയത്തില്ല കർത്തദാസി ആരാണെന്ന്, പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങളുടെ അടുത്തിറങ്ങി നിൽക്കാൻ ദൈവം ആശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്പേസ് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞ നാളുകളിൽ ചുട്ടുപൊള്ളുന്ന പ്രയാണത്തിനകത്ത് നിന്ന് തമ്പുരാൻ നിങ്ങളെ പുറത്തെടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിർത്തിയിരിക്കുന്നെങ്കിൽ അയ്യോ അയ്യോ എന്ന് വിളിച്ച രാത്രികൾ പരിശുദ്ധാത്മാവിന്റെ രാത്രിയുടെ ചെവിയിലേക്ക് ആമേൻ ആ ദൂത് തരുന്നു. ഈ രാത്രി ആമേൻ, സ്തോത്രം. അവിടെ പറയാ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. വേഗത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദൈവപ്രവൃത്തി ആ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ശബലപരകതുനി അതുരകരകതനാകര. ആമേ, കർത്തദാസിയെ നിങ്ങളെ അങ്ങനെ തന്നെ ഞാൻ വിളിക്കാൻ പോകുക. കർത്തദാസിയെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വലിയ സംഭവം നടക്കാൻ പോകുക. ഹല്ലേലൂയ. അത് നിങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവമല്ല കേട്ടോ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ വീട്ടിൽ വരാൻ പോകുക. ആത്മാവിൽ സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി സ്വീകരിച്ചോ. ഒരു ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേരായവൻ കുടുംബത്തിനകത്ത് പ്രത്യക്ഷനായിട്ടുണ്ട്. കഴിഞ്ഞ നാൾക്കളിൽ നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ ഒറ്റപ്പെടുത്തിയ, നിങ്ങളെ ഒതുക്കി നിർത്തിയ, നിങ്ങളെ മാറ്റി നിർത്തിയ ചില വേലിക്കെട്ടിനകത്ത് നിന്ന് തമ്പുരാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അങ്ങനെ തന്നെ ആ ആലോചന കൈമാറുന്നു. അതേ തനിമയോടെ തന്നെ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു മഹാസംഭവം, ഒരു മഹാ ഉത്സവത്തിന്റെ ഒരു സ്തോത്രം, ഒരു തുടക്കമെന്ന പോലെ 2024 കഴിയും മുൻപ് 25 തീരും മുൻപ് കുടുംബത്തിനകത്ത് ഒരു അതിശയ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ചെയ്യും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനുഷ്യൻ ചോദിക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. ശൂഡമന റിഗമന ശമനബ അതുരക ജൂഡൽമന വൈഡകര ജഗൽഖനാദി. ഇത് യഹോവയാൽ സംഭവിച്ചു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇത് യഹോവയാൽ സംഭവിച്ചു. ആമേൻ. ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാകുന്നു എന്ന് പറയത്തക്ക നിലയിൽ ദൈവാത്മാ പറയുന്നു. ഒരു കല്യാണ ലെറ്ററിൽ അതിന്റെ ഹെഡിങ് പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാകുന്നു. ദൂത് അങ്ങനെ തന്നെ ആ കുടുംബത്തിലേക്ക് വരിക കേട്ടോ. ദൂത് പൗലുസ്വാസേ, ആമേൻ, സ്തോത്രം. ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യൻ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാകുന്നു. എവിടെ നിന്നോ ചിലത് പറന്ന് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങാൻ പോകുക. ദൈവദാസനെ, കോഴിക്കോട് എയർപോർട്ടിൽ ചിലത് ഇറങ്ങാൻ പോകുക. കുടുംബത്തിനകത്ത് ഒരു അനുഗ്രഹത്തിന്റെ ഒരു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. അനുഗ്രഹത്തിന്റെ ഒരു കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് കുടുംബത്തിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താമസിച്ചു എന്ന് പോലെയല്ല, സത്യത്തിന്റെ പ്രൈസ് ദി ലോർഡ് തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് ഇങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. പൗലോസ് അതിന്റെ 15-ാമത്തെ വാക്യം, എന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, അത് നടക്കും. ചിലർ താമസിച്ചു പോയെങ്കിൽ അത് നടക്കും. പരിശുദ്ധാത്മ പറയുന്നു, കുറിച്ചിട്ടോ, കർത്താവ് നടത്താൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, 2024-25 എനിക്ക് പല കല്യാണത്തിനും പങ്കെടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പല കല്യാണത്തിനും എനിക്ക് വരേണ്ടി വരും. ഇതിനകത്ത് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, പല കല്യാണ വീട്ടിലും വരേണ്ടതായി വരും. പരിശുദ്ധാത്മാവ് അങ്ങനെ വിളിച്ചു പറയുന്നു, ലിൻഡ പ്രാർത്ഥിച്ചോ, ലിറ്റി പ്രാർത്ഥിച്ചോ, കുടുംബത്തിൽ പ്രവർത്തി നടക്കാൻ പോകുന്നു. വളരെ പെട്ടെന്ന് ചില നീക്കുപോക്കുകൾ സ്വർഗം ഒരുക്കുന്നു. തടസ്സമായി നിൽക്കുന്ന ഹേരോദാവിനെ ഭൂപരപ്പിന്ന് അടിച്ചു തകർത്തിട്ട് ഒരു ദൈവപ്രവൃത്തി ദൈവാത്മാവ് വെളിപ്പെടുത്തുമെങ്കിൽ ഇന്ന് രാത്രി ഹേരോദാവിന്റെ പ്രവൃത്തി ഒരു കൃമിക്ക് തുല്യമായി ഹേരോദാവ് വീണെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരെ തലമുറയ്ക്ക് വിരോധമായി പൊങ്ങുന്ന, ഭാവിക്ക് വിരോധമായി പൊങ്ങുന്ന ചില പോരുകൾ ഇന്ന് രാത്രിയിൽ തകർത്തുകൊണ്ട്
ശംഭവ വൈഡമന ഹസ്തനെ രികൽക്കന ജൂഡൽ മനാഹര അന്തനെ ജൂഡൽ പ്രൗഢപരക്ഷം വേദവരാജകൽക്കനാദി. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചില ജീവന്റെ സാക്ഷ്യങ്ങൾ എണീപ്പിക്കാൻ പോകുകയാ. തമ്പുരാൻ എണീപ്പിക്കാൻ പോകുകയാ ജീവന്റെ സാക്ഷ്യങ്ങൾ. ഇതിനകത്ത് ഈ 4ാമത്തെ ദിവസം ദൈവാത്മ പറയുന്നു, ഈ സ്ക്രീനിൽ കൂടെ ദൈവാത്മ പറയുന്നു, ചില ജീവന്റെ സാക്ഷ്യങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തമ്പുരാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലനദികൾ തടാകം പോലെ, കണ്ണാടി കടൽ പോലെ, നീർച്ചാലുകൾ പോലെ പൊട്ടി ഒഴുകുമെന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നെങ്കിൽ ഏദനിൽ പുറപ്പെട്ട 4 നദികൾ ഒന്ന് അതെ നിന്റെ കുടുംബത്തിൽ കൂടെ, നിന്റെ തലമുറയുടെ ഭാവിയിൽ കൂടെ, നിന്റെ ശുശ്രൂഷയിൽ കൂടെ അത് പുറപ്പെട്ടു വരുമ്പോൾ അത് ഗോമേതകവും അത് ഗുലുഗുലുവും പ്രൈസ് ദി ലോർഡ് സ്വർണവും പൊന്നും വിളഞ്ഞു കിടക്കത്തലയിൽ നല്ല ഒരു ഒഴുക്ക് ഇതാ കുടുംബങ്ങളിലേക്ക് വീശിയടിക്കുകയാ. ശമനപരഗതുനി അതുരകരഗതന വേദപരാജകൽക്കനാദി. പൗലോസ് പാസ്റ്റർ പ്രാർത്ഥിച്ചു 2024-25 തലമുറകൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി തലമുറകൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 31-ാമത്തെ അധ്യായം ദൂത് എന്ന് രാത്രി സ്തോത്രം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ലിൻഡ ലിറ്റി സ്തോത്രം നമ്മുടെ പൗലോസ് ദൈവദാസനും കൂടി കുടുംബത്തിനുള്ള ദൂതാണ്. സ്തോത്രം. ആ ദൂതൊന്ന് വായിക്കാമോ? സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് യിരെമ്യാ പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന ആ കുടുംബത്തിലേക്ക് കൈമാറുവാൻ ദൈവാത്മാവൻ ദൂത് ഇങ്ങനെയാണ്. ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം. ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് ദയ എന്തിരിക്കുന്നു? ദീർഘമായിരിക്കുന്നു. അഭിഷക്തന്മാരെ ദീർഘമായിരിക്കുന്നു. അഭിഷക്തന്മാരെ ദീർഘമായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു ശേഷിപ്പ് കുടുംബതലങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. ഒരു ശേഷിപ്പ് കുടുംബതലങ്ങളിൽ ഒരു ദൂതെന്ന പോലെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രിയിൽ അത് അതിന്റെ തനിമയോടെ കൈമാറുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു പറയുക, ഞാൻ പ്രത്യക്ഷമാകുമ്പോൾ എവിടെയാ? അതിൻ്റെതായ നിലയിൽ കുടുംബതലങ്ങളിൽ അതിന്റെ നീതിയോടും ഉണ്മയോടും പ്രവർത്തിക്കുന്ന ഒരു ദൈവം. മനുഷ്യന് തടുക്കാൻ കഴിയാത്ത, മനുഷ്യന് തൊടുവാൻ കഴിയാത്ത ശമനപരഗതുനി അതുരകരഗതനാകര ശംധന ദിഗൽഖന ജൂഡമനാരകൽഖനാദി എന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നു. ചിലര് നോക്കി പറയുക, ആർക്കും നിന്റെ നന്മയെ കവരാൻ കഴിയാതെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെ നീ നേരിട്ട ചില പ്രയാസങ്ങളും, ഇതുവരെ നീ നേരിട്ട ചില വേദനകളും, ഇതുവരെ നേരിട്ട ചില വിഷമങ്ങളും ആർക്കും സ്തോത്രം തടുത്തു വയ്ക്കാൻ കഴിയാത്ത തലത്തിൽ ദൈവാത്മാവിത ഒരു ശേഷിപ്പിനെ കുടുംബതലങ്ങളിൽ അയക്കുന്ന സമയം വിദൂരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പാസ്റ്റർ മോളെ കല്യാണം എന്നെ അറിയിക്കണം കേട്ടോ. സ്തോത്രം. ലിൻഡാലിറ്റി നിങ്ങൾ കല്യാണം അറിയിച്ചു കേട്ടോ. ദൈവാത്മാവ് അങ്ങനെ തന്നെ സംസാരിക്കുക. ഇന്ന് രാത്രിയിൽ എവിടെയൊക്കെയോ ദൈവാത്മാവ് പ്രവർത്തിക്കുക കേട്ടോ. എന്ന് രാത്രി ചില കുടുംബങ്ങളിൽ ദൈവാത്മാവ് നിരാശകളെ മാറ്റാൻ പോകുകയാ. ഭാരങ്ങളെ അഴിക്കുന്ന ദൈവം. ഒരു അധ്യായം കൂടെ വായിക്കാമോ? 1 യോഹന്നാൻ എഴുതിയ സ്തോത്രം ലേഖനം, 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു ദൂത് ശ്രദ്ധിച്ച്. 2-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളോട് പ്രത്യക്ഷമായ. ആമേൻ. ഇവിടെ കണ്ടോ? ഇവിടെ പറയുന്നത്
ആമേൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. കല്ലറകൾക്ക് യേശുവിനെ അടച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. കല്ലറകൾക്ക് പോകുന്നതിന് മുൻപ് യേശു പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ന് രാത്രി വെല്ലുവിളി, ചലഞ്ചോടെ പറ, ഞാൻ 3-ാം ദിവസം പുറത്തു വരും, എന്നെ തടയാൻ കഴിയത്തില്ല. ആമേ, കല്ലറ എത്ര ഉറപ്പാക്കിയാലും കുന്തമുനകൾ ചേർത്ത് പിടിച്ച് 68 സെന്റിനകത്ത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, യോസേപ്പ് തനിക്കായി വെട്ടിത്തീർത്ത കല്ലറയ്ക്കകത്ത് യേശു കർത്താവിനെ കൊണ്ടുവച്ച് കല്ലറയിൽ കവാടത്തെ അതിശക്തമായി ഉറപ്പിച്ച് 68 സെന്റിനകത്ത് ഒറ്റ കല്ലറ, ഇതുവരയ്ക്കും ആരെയും അടക്കാത്ത ഫ്രഷായ ഒരു കല്ലറയ്ക്കകത്ത് യേശുവിന്റെ ബോഡി വെച്ചിട്ട്, ആ ശരീരം വെച്ചിട്ട്, ഹല്ലേലൂയ, കല്ലറയുടെ ഫ്രണ്ടിൽ ഒരു കല്ലുരുട്ടി വെച്ച് കവാടം ഉറപ്പിച്ച് റോമൻ മുദ്ര പതിപ്പിച്ച് കാവൽ നിർത്തിയ പടയാളികൾ, ആമേൻ, അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തത്, ഉടബലരഗത ശമനപരഗതുനി, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്, ഓമന കർത്താവിന്റെ ദാസിയെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത്, ഓമന ദൈവ ഭക്തയെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു രാത്രി വരാൻ പോകുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത, ആമേൻ, ഒരു ദിവസം വരാൻ പോകുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു രാത്രി വരാൻ പോകുന്നു. ഇന്ന് രാത്രി അങ്ങനെ തന്നെ പറയുന്നു. നിങ്ങൾ ചിന്തിക്കാത്ത ചില മേഖല നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഓപ്പൺ ആകുന്ന ഒരു രാത്രി ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ആമേ, സ്തോത്രം. ഓമന ദൈവദാസിയേ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേ, സ്തോത്രം. ഇന്ന് രാത്രി ചില ആഭിചാരങ്ങൾ തകരട്ടെ, ചില ശുദ്രക്കെട്ടുകൾ തകരട്ടെ. ആമേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിൻസ് ബ്രദറെ പ്രാർത്ഥിച്ചോ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ആമേ, നിങ്ങൾക്ക് ദൈവം, ആമേ, ഈ 2024-25 ഒരു സീസന്റെ വർഷമാ കേട്ടോ. ആമേ, ഒരു പ്രൊമോഷനിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് ഉയരുന്ന, ആമേ, ദിവസങ്ങൾ മുമ്പിൽ വരുന്നു. ഇത് നിങ്ങളുടെ ദിവസമാ കേട്ടോ. ഇത് സീസണാ, നിങ്ങൾക്കുള്ളൊരു സീസണാ. ആമേൻ. 2020, ആമേ, സ്തോത്രം. 4-25 ഒരു പ്രൊമോഷൻ, ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വേറൊരു പ്രൊമോഷനിലേക്ക് വരുന്ന, ആമേ, തലത്തിലേക്ക് വരുന്നുണ്ട് എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി അത് ദൂതറിയിക്കുകയാ കേട്ടോ. ആമേ, ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രി ആലോചന കൈമാറുകയാ. ശമനപരഗതന വൈഡകരാജകൾക്കനാദി അന്തൽപ്രൗഢപരക്ഷം. അവിടെ ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. നിത്യജീവനെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ജീവൻ, ആമേൻ, 12 വർഷം രക്തസ്രാവക്കാരിയായ ആ സഹോദരിയുടെ രക്തസ്രാവം നിർത്തിയത് ഒരു നിത്യജീവനാണ്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ നിത്യജീവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, റോസലി കർത്തദാസിയെ ഇരിക്കുകയാണ് അല്ലേ? ആമേ, സ്തോത്രം. ദൈവാത്മ പറയുന്നില്ലേ, ഒരു നിത്യജീവന്റെ ഒരു കൊടുങ്കാറ്റ്. ഹല്ലേലൂയ. അത് ജീവിതത്തിന്റെ മേഖലയിൽ തമ്പുരാൻ അയക്കും. ആമേൻ, സ്തോത്രം. ഈ വർത്തമാനം കേട്ടപ്പോ അല്ലേ കർത്തദാസിയെ, ഈ വർത്തമാനം കേട്ടപ്പോ അല്ലേ റോസലി കർത്തദാസിയെ, ഈ വർത്തമാനം കേട്ടപ്പോ, ഏത് വർത്തമാനം നിങ്ങൾ കേട്ടത്? നിങ്ങൾ കരയുന്നത് ഏത് വർത്തമാനം കേട്ടാ? നിങ്ങൾ വിഷമിക്കുന്നത് ഏത് വർത്തമാനം കേട്ടാ? നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം, നെഹമ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കും പറയുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ, ഏത് വർത്തമാനം കേട്ടപ്പോൾ? ചിലതൊക്കെ ചുട്ടുകരിച്ചിട്ടിരിക്കുക, നശിപ്പിച്ചിട്ടിരിക്കുക, തീർത്തിട്ടിരിക്കുക, ഇനി ശേഷിപ്പില്ലെന്ന്, ഇനി അതിനകത്തൊന്നും ഇല്ലെന്ന്. ഒന്ന് വായിച്ചേ 3-ാമത്തെ വാക്യം മുതൽ. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വർത്തമാനം അവന്റെ ചെവിയിലെത്തി. ഉടബലരഗതുനി അതുരകരഗതനാഗര ശംഭഭാരകൽക്കന വൈഡകരാജകൽക്കനാദി. ആമേ, സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിച്ച കേട്ടോ. എന്തെന്നറിയാമോ പറഞ്ഞത്? ആ 4-ാം വാക്യം പറഞ്ഞു, ഈ വർത്തമാനം കേട്ടപ്പോൾ
4 വാക്യം പറയുന്നതാണ് ഈ വർത്തമാനം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. റോസലി ദൈവദാസിയെ, ഈ വർത്തമാനം ഞാൻ കേട്ടപ്പോൾ സ്തോത്രം, എല്ലാം ശൂന്യമായി അല്ലേ? കട്ടില്, മെത്ത, ചൂല്, ചെരുപ്പ്, തുണികൾ, സകലത്തെ വാരി കെട്ടി സകലവും നശിച്ച് കിടന്നപ്പോ ഈ വർത്തമാനം എന്റെ ചെവിയിലെത്തിയപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. സ്തോത്രം. ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറ് കേട്ടോ. സ്തോത്രം. നിങ്ങൾ അവിടെ നിന്ന് ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞേ വിശ്വസിക്കുന്ന കർത്താസിയെ. എങ്ങനെ ഭാഷ മാറുന്ന ഒരു ചഞ്ചലം ഉണ്ടല്ലേ ഹൃദയത്തിനകത്ത്. തമ്പുരാൻ പറയുക, ദൈവം നിങ്ങൾ അവിടെ നിന്ന് മാറ്റും. സ്തോത്രം പറ. എഴുതി വെച്ചോ. ഇന്ന് രാത്രി അത് എഴുതി വെച്ചോ. 2024 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 8ാമത്തെ മാസം 19ാമത്തെ ദിവസം ദൈവാത്മാവ് 8:52 ദൂത് പറയുന്നു, തമ്പുരാൻ നിങ്ങളെ അവിടെ നിന്ന് മാറ്റും. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ വേറൊരു പദവിയിലേക്ക് കൊണ്ടുവരും. നോയിക്കേ, ഒരു സീസൺ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ചിറകടിയുടെ ശബ്ദം, ഒരു ചിറകടിയുടെ ശബ്ദം. കാരണം അകത്ത് ഒരു കുക്കിങ്ങിന് നിയമിക്കപ്പെട്ടവനാ നിഗമ്യാവ്. കർത്താവേ ദൈവം ആത്മാ പറയുന്നു, അകത്ത് മരിച്ചിനെ മീനും വയ്ക്കുന്നവനാ നിഗമ്യാവ്. എന്താ അവന്റെ ഉള്ളിൽ തീ കത്തിയത്? അവന്റെ ഉള്ളിലെ അതിനകത്ത് വിളമ്പിക്കൊണ്ടു വച്ച് 4 നേരവും മിഷ്ടാനം തിന്നുന്നവർക്ക് വേദനയില്ല. പക്ഷെ വേദന ഉള്ള ഒരുത്തൻ ആ വീട്ടിനകത്ത്, കൊട്ടാരത്തിനകത്ത്, ആ ആലയത്തിനകത്ത് കിടപ്പുണ്ട്. അവന്റെ പേരാണ് നെഹമ്യാ പ്രവാചകൻ. ഇന്ന് രാത്രി അവന്റെ ഉള്ള കത്തിയത് കണ്ടോ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞ് കുറെ നാൾ ദുഃഖിച്ച് ഉപവസിച്ച് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ 5ാം വാക്യം പറയുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവം പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. ആ പ്രാർത്ഥനയുടെ സ്വരം ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റോസലി കർത്താസിയെ, നിങ്ങൾ അവിടുന്ന് പൊക്കി പുറത്തെടുത്തിട്ട് കുറച്ചു പേർക്ക് പാചകം ചെയ്തു കൊടുക്കാൻ വിദേശത്ത് കൊണ്ടുപോകാൻ പോവുക. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പദവി മനസ്സിലായോ? അവിടുന്ന് പൊക്കി എടുത്തിട്ട് അവൻ എന്ത് ചെയ്തു? മറുപുറത്ത് ദൈവം കൊണ്ട് നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളുകൊണ്ട് പറയുക, പാസ്റ്റർ എന്താ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല. പക്ഷെ ഇന്ന് രാത്രി പറയുന്നു, തമ്പുരാൻ ഈ വചനം ഇന്ന് രാത്രി കുറിച്ച് വെച്ചോ. തമ്പുരാൻ പറയുക, റോസലി കർത്താസി, ഒരു കാര്യമുണ്ട് കേട്ടോ, 2 പേർക്ക് ഭക്ഷണം വയ്ക്കാൻ നിങ്ങൾ എന്റെ കൂടെ വരാമോ? എവിടേക്കാ? അങ്ങ് യൂറോപ്യൻ കൺട്രീസിലേക്ക്. സ്തോത്രം. തിരിഞ്ഞു നോക്കരുത് കേട്ടോ. തിരിഞ്ഞു നോക്കരുത്. മോനെ നോക്കണ്ട, മോനെയും കൂടെ ദൈവം കൊണ്ടുപോകും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. പാസ്പോർട്ട് എടുക്കാൻ ഞാൻ പറയുന്നില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ദൈവം നിങ്ങൾക്കെല്ലാം വളരെ പെട്ടെന്നായിരിക്കും. എങ്കിലും മീറ്റിംഗ് കയറിക്കൊള്ളണം കേട്ടോ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. മീറ്റിംഗ് മുടങ്ങരുത്, മീറ്റിംഗ് കയറിക്കൊള്ളണം. അല്ല അവിടെ ചെന്നിട്ട് പറയാം, പാസ്റ്റർ ചൈനീസ്, പാസ്റ്റർ ലണ്ടൻ ഫുഡ്, പാസ്റ്റർ യൂറോപ്യൻ ഫുഡ്, പാസ്റ്റർ മാലി ഫുഡ്, പാസ്റ്റർ കേരള ഫുഡ്, ഇതെല്ലാം വച്ച് വരുമ്പോൾ സമയം താമസിക്കും. പാസ്റ്റർ എന്താ പാസ്റ്റർ പറയുന്നത്? പാസ്റ്റർക്ക് എന്താ അറിയാം? ഞാനിവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. പൗലോസ് പാസ്റ്റർ, ഞാനിവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. പൗലോസ് പാസ്റ്ററോട് കഴിഞ്ഞ ദിവസം ഒരു ആള് പറയുക, പാസ്റ്റർക്ക് എന്തറിയാം? ഞങ്ങളിവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. സ്തോത്രം. ആമേൻ. ഞാൻ ആ ശബ്ദം കേൾക്കുക. പൗലോസ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ആളിനെ പാസ്റ്റർക്ക് മനസ്സിലായിക്കാണ്, എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുക, തമ്പുരാനൊന്ന് തുറന്നാലേ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. നെഹമ്യാവിന്റെ മരണം കാണാൻ കൊതിച്ചിരുന്നവർ, നെഹമ്യാവിന്റെ മരണം കാണാൻ കൊതിച്ചിരുന്നവർ, റോസലി കർത്താസി നിങ്ങളുടെ മരണം കാണാൻ കൊതിച്ചിരുന്നവർ, ശവക്കുഴി വെട്ടിയവർ, ആമേൻ, സ്തോത്രം, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആമേൻ പ്രത്യക്ഷനായി ഇറങ്ങി വന്നെങ്കിൽ, ദൂതന്മാരുമായി നിങ്ങളുടെ കുടുംബത്തിൽ സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രി അതേ ദൈവം ഈ രാത്രി പറയുന്നു, നിങ്ങൾ കരഞ്ഞതും, ആമേൻ, സ്തോത്രം. 6ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ടോ. അവർ നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയാ ഞാൻ. ആ അധ്യായം വിട്ടുപോരെ കേട്ടോ, മൊത്തം വായിച്ചോ. സ്തോത്രം. അധ്യായം മൊത്തം വായിച്ചോ കേട്ടോ. വലിയ അധ്യായം ഒന്നുമില്ല, 11 വാക്യമേ ഉള്ളൂ. ഒന്ന് വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹമാണ്. പിന്നെ വായിച്ചാൽ മതി, സമയമില്ല. സ്തോത്രം.
ഹല്ലേലൂയ. ഇനിയുണ്ട് 3 ഭാഗം ചിന്തിക്കാൻ. ഹല്ലേലൂയ. എന്താ പറയുന്നത്? അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. അടുത്ത് പറയുന്നത് ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്തു? പ്രസംഗിക്കപ്പെട്ടു. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഓമന ദേവദാസിയെ, ദൈവം നിങ്ങളെ കുറിച്ച് ഭയങ്കര പ്ലാനാ കേട്ടോ. ആമേൻ, ദൈവം നിങ്ങൾ ശുശ്രൂഷകൾ തന്ന് നിറയ്ക്കാൻ പോകുകയാ. ഹല്ലേലൂയ. വയ്യ കർത്താവ് എന്ന് പറയത്തക്ക തലത്തിൽ പ്രാർത്ഥിച്ചോ. ആമേൻ, കർത്താവ് ശുശ്രൂഷ തരാൻ പോകുകയാ. സ്തോത്രം. വേണ്ടാന്ന് പറയണ്ട കേട്ടോ. ഹല്ലേലൂയ. പ്രാപിച്ചോ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു. ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. 98 ഡിസംബർ മാസത്തിലേക്ക് ഒന്ന് ബാക്കിലോട്ട് വരണം. 98 ഡിസംബറിലേക്ക് ഒന്ന് വരണം കേട്ടോ. ഡിസംബറിലേക്ക് ഒന്ന് വരുമ്പോ അന്ന് ആ വർഷത്തിൽ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചെന്ന് ഒന്ന് മനസ്സിരുത്തി ചില 10-25 വർഷം ബാക്കിലോട്ട് ഇറങ്ങേണ്ടതായി ഉണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൈവാത്മാവ് ആലോചന പറയുന്നു. പക്ഷെ 2003, 2008, 2012 ആമേൻ, സ്തോത്രം, അതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി 2025 വരുമ്പോൾ തമ്പുരാൻ തരാൻ പോകുന്നു. ഇതുവരെ കാണാത്ത ഒന്ന് അമർത്തിക്കുലിക്കുന്ന നല്ലൊരളവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഞാൻ തരുമെന്ന് സ്വർഗത്തിൽ ദൈവം പറയുന്നു. ആമേ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം, ആമേ, സ്തോത്രം, 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കും. ഇവിടെ പറയുന്നത് ദർശനത്തിന് ഒരു അവധി വച്ചിട്ടുണ്ട്. ദൈവദാസിയെ, ദർശനത്തിന് ഒരു അവധി വച്ചിട്ടുണ്ട്. അതിന്റെ സമാപ്തിയിലേക്ക് അത് വരുവാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ആമേ, സമയം തെറ്റുകയുമില്ല. അതിന്റെ ആഴം ഇതാണ്: സമയം തെറ്റും. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ സമയം തെറ്റും. സമയം തെറ്റാൻ വിട്ടുകൊടുക്കരുത്. പ്രാർത്ഥിച്ചു ജയമെടുത്തോ. 2024-25 ദൈവാത്മാവ് പറയുന്നു. ആമേ, ചില കാർമ്മിക ശുശ്രൂഷകൾ, ചില വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനും ചില വ്യക്തികൾക്ക് വേണ്ടി സുവിശേഷം അറിയിക്കാനും ജാതികളുടെ ഇടയിൽ ചില ആമേ, സ്തോത്ര, കാര്യങ്ങൾ നിങ്ങളുടെ നാവിൽ കൂടെ പുറത്തു വരിക്കാനും തമ്പുരാന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുക. ഹല്ലേലൂയ. ജാതികളുടെ എന്ത് ചെയ്തു? പ്രസംഗിക്കപ്പെട്ടു. കർത്താവ് എപ്പോഴും, ആമേൻ, ഇന്ന് രാവിലെ ഞാൻ ഒരാളിനോട് സംസാരിച്ച് ഇങ്ങനെയാ, സ്തോത്രം, എൻ്റെ കർത്താവ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നല്ല വസ്ത്രം ധരിക്കാൻ അറിയാത്തവരും നല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരും, ആമേൻ, തീരെ ആരും മൈൻഡ് ചെയ്യാത്തവരൊക്കെയാണ് യേശു കർത്താവ് ഓടിച്ചെന്ന് ആമേൻ കണ്ടുപിടിച്ച് ചേർത്ത് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറയാ, നീ എൻ്റെ കൂടെ വാ, നീ എൻ്റെ കൂടെ വാ, ഇന്ന് ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം വരെ കർത്താവ് ഉണ്ടാക്കി വെച്ചു. കടലിൽ നിന്ന്, ആമേൻ, മീൻപിടുത്തക്കാരെ, കടലിൽ ആഴക്കടലിൽ നിന്ന് കയറി വരുന്നവർക്ക് കർത്താവ് കഴയിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചെന്ന് ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള കർത്താവ് വിളിച്ചു പറയുക, അവൻ ജാതികളുടെ ഇടയിലാണ് ആമേൻ പ്രസംഗിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവന്റെ സുവിശേഷം എന്നെ ജാതികളുടെ ഇടയിൽ കൊണ്ടിറക്കി. അതാണ് അപ്പോസ്തലന്റെ പേര്. അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ അപ്പോസ്തലൻ. ഹല്ലേലൂയ. അവൻ ജാതികളുടെ ഇടയിലേക്ക് അപ്പോസ്തലനായ പൗലോസിനെ മക്കോദോനിയ തുടങ്ങി പല പട്ടണങ്ങളിലും പൗലോസിനെ കൊണ്ടിറക്കി. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ടും അവൻ സമയം വേർപെട്ടിരുന്നും പ്രാർത്ഥിക്കാനിടയായി, ലേഖനങ്ങൾ എഴുതുവാനിടയായി. തീർന്നില്ല. അവന്റെ മിഷണറി യാത്രയിലും അവൻ വിട്ടുകൊടുത്തില്ല. അവന് ദൈവം കൊടുത്ത പദ്ധതികളെ അവൻ മാറ്റി നിർത്തി വച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ അവൻ ചെയ്തെടുക്കുവാനിടയായി. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഇന്നലെ വരെ നീ കാണാത്ത ഒരു മഹാസംഭവം ഈ നാളുകൾ നീ കാണാൻ പോകുന്നു, നീ കേൾക്കാൻ പോകുന്നു. അതാ ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കമ്പിവാചകത്തിൽ 1-2 അധ്യായങ്ങൾ വായിച്ചു പോകട്ടെ. ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേ, 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ. ആമേൻ. 1 യോഹന്നാൻ ലേഖനം, ആമേൻ, 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ ഒരാളൊന്ന് വായിക്കാമോ? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവരാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ ഇടയിൽ ഇറങ്ങി വന്ന് ജാതികളുടെ നടുവിൽ നിന്നുകൊണ്ട് ജാതികളുടെ ആമേൻ ആ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് അവരോട് പറയുന്ന വാക്ക് പറയുന്നു, ലോകത്തിൽ എന്ത് ചെയ്തു? വിശ്വസിക്കപ്പെട്ടു. അടുത്ത് പറയുന്നത് തേജസ്സിൽ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്തൊരു തേജസ് വെളിപ്പെട്ടു.